ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന നമ്മുടെ 16ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം നമ്മൾ കുറച്ച് വാക്കുകൾ പഠിക്കുകയാണ്. ആ വാക്കുകൾ വെച്ചിട്ട് വേണം നമുക്കിനി മുന്നോട്ട് പോകാൻ. BEFORE, ബിഫോർ, മുൻപ്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആഹാരത്തിന് മുമ്പ് എന്നൊക്കെ പറയുന്ന വാക്കാണ് ബിഫോർ. ആഫ്റ്റർ, AFTER, ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശേഷം, ഭക്ഷണശേഷം. പിന്നെ നമ്മൾ ഒരിക്കൽ പഠിച്ച വേർഡ് തന്നെയാണ് വെൻ, എപ്പോൾ, WHEN, വെൻ, എപ്പോൾ, എപ്പോഴാണോ എന്നൊക്കെയുള്ള രീതിയിൽ എപ്പോൾ. ബൈ ദ ടൈം, അടുത്ത വാക്കാണ് ബൈ ദ ടൈം, BYTHE, ബൈ ദ ടൈം, TIME, ബൈ ദ ടൈം, സമയമാകുമ്പോൾ. ബൈ ദ ടൈം, സമയമാകുമ്പോൾ. ഓൾറെഡി, നേരത്തെ തന്നെ, ഓൾറെഡി, നേരത്തെ തന്നെ. അടുത്ത ജസ്റ്റ്, JUST, ജസ്റ്റ്, ഇപ്പോൾ, ഇതിപ്പോ പോയുള്ളൂ എന്ന് പറയുന്നത് ജസ്റ്റ്. നെവർ, ഒരിക്കലുമില്ല, NEVER, നെവർ, ഒരിക്കലും ഇല്ല എന്നാണ്. നെവർ എന്ന വാക്ക് വയ്ക്കുമ്പോൾ പിന്നെ നോ എന്നോ നോട്ട് എന്നോ വയ്ക്കില്ല. നെവർ, ഒരിക്കലും ഇല്ല എന്ന രീതിയിൽ. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന് ഒരു പ്രത്യേകതയുണ്ട്. മുൻപ് കഴിഞ്ഞു പോയ ഒരു സംഭവം, അതിന് മുന്നേ ഉണ്ടായ ഒരു സംഭവം, അങ്ങനെ രണ്ട് സംഭവങ്ങളെ ചേർത്ത് പറയുമ്പോഴാണ്. മുന്നേ ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ടാവും, അതിന് മുന്നേ ഒരു കാര്യം കൂടെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളെ ചേർത്ത് പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലൊരു പ്രത്യേകതയുണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനേക്കാളും എളുപ്പമുള്ളതാണ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും, അതായത് ഏകവചനമാണെങ്കിലും കർത്താവ് ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും കർത്താവ് ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതലാണെങ്കിലും ഹാഡ്, ഉണ്ടായിരുന്നു എന്ന വേർഡാണ് ഉപയോഗിക്കുക. മറ്റേതുപോലെ ഹാവോ ഹാസ് പോലെ രണ്ടെണ്ണമൊന്നുമില്ല. ഹാഡ്, ഉണ്ടായിരുന്നു. അതിനുശേഷം സെയിം നിയമം തന്നെയാണ്. വെർബിന്റെ, ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വയ്ക്കും. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പിന്നെ വയ്ക്കുക. ഓക്കെ, നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. ഐ ഹാഡ് ഈറ്റൻ ബിഫോർ ഹി കെയിം. ഇവിടെ രണ്ട് പ്രവൃത്തിയാണ് ഉള്ളത്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഐ ഹാഡ് ഈറ്റൻ. ബിഫോർ ഹി കെയിം, അവൻ വരുന്നതിന് മുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഈറ്റൻ ബിഫോർ ഹി കെയിം, അവൻ വരുന്നതിന് മുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ രണ്ട് പ്രവൃത്തി നടന്നിട്ടുണ്ട്. ആദ്യം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് അവൻ വന്നത്. അങ്ങനെ. ഷീ ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീച്ച്ഡ്. ഷീ ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീച്ച്ഡ്. ഷീ ഹാഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോയിട്ടുണ്ടായിരുന്നു. എപ്പോ? വെൻ ഐ റീച്ച്ഡ്, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീച്ച്ഡ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സബ്ജക്റ്റ് ഹാഡ്, കർത്താവ്, അതിനുശേഷം ഹാഡ്, അതിനുശേഷം ക്രിയയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വയ്ക്കും. അതിനുശേഷം വരുന്ന വാചകം ഉണ്ടല്ലോ, അവൾ അതിന് മുന്നേ എത്തിയിരുന്നു എന്നൊക്കെ ഉള്ളത്, അതിന് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത്. അതിൽ രണ്ടാമത്തെ വാചകം നാളെ പറഞ്ഞ പോലെ സിമ്പിൾ പാസ്റ്റ്. ദേ ഹാഡ് ഫിനിഷ്ഡ് ദ വർക്ക് ബൈ 5 PM. They had finished the work. They had finished the work by 5 PM. 5 മണിക്ക് അവരുടെ പണികൾ അവസാനിപ്പിച്ചു. 5 മണിക്ക് അവരുടെ പണികൾ അവസാനിപ്പിച്ചു. He had already told me. He had already told me. അവൻ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. He had already told me. I had never seen him later. I had never seen him later. അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. I had never seen him later. അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല.
ദ ട്രെയിൻ ഹാഡ് ഗോൺ ബിഫോർ വി റീച്ച്ഡ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയി. ദ ട്രെയിൻ ഹാഡ് ഗോൺ വെൻ വി റീച്ച്ഡ്. ആഫ്റ്റർ ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്ക് ഐ സ്ലെപ്റ്റ്. എൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങി. നമ്മളിപ്പോൾ ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചു. അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മളിന്നിപ്പോൾ 16ാമത്തെ ക്ലാസ്സായി. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നില്ല. ആരും എനിക്ക് തോന്നുന്നു വെറുതെ ക്ലാസ് കണ്ട് പോവാന്ന് തോന്നുന്നു. അത് പോരാ, ഫീഡ്ബാക്ക് വേണം. എന്തായി, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, കാര്യങ്ങൾ, അത് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ തന്നെ കമൻറ്റുകൾ ചാനലിൽ ഇടുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്കും ഉണ്ടാവും കൂട്ടുകാർ. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ പണ്ട് പഠിക്കാത്തതിൻ്റെ കാര്യങ്ങൾ വിഷമം ഉണ്ടായിട്ടിരിക്കുന്നുണ്ടാവും. അതിപ്പോൾ പറയാൻ പറ്റില്ല, തുറന്നു പറയാൻ പറ്റില്ല ആരുടെയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മുന്നോട്ട് പോട്ടെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ പേഴ്സണലി എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു നല്ല ദിനം നേരുന്നു. ബായ്.